ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയത്തെയാണ് നാരായണീയ മധുരം എന്ന രീതിയിൽ ഒരു ദിവസം ഒരു ശ്ലോകം എന്ന ക്രമത്തിൽ അനുസ്മരിക്കാനും ആസ്വദിക്കാനും ഭഗവാൻ അവസരം തന്നിരിക്കുന്നത്. ഇന്ന് ഈ നാരായണീയോപാസനയുടെ 21ാമത്തെ ദിവസമാണ്. 2 ദശകങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകം ചൊല്ലി നമുക്ക് ആ നാരായണ പാദങ്ങളിൽ സമർപ്പിക്കാം. ആദ്യം നാരായണീയ ശ്ലോകം, അതിനുശേഷം അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം, തുടർന്ന് ഒരിക്കൽ കൂടി ശ്ലോകം, അതിനുശേഷം നാരായണീയത്തിൻ്റെ പരിഭാഷ നിഴൽ നാരായണീയം ശ്രീഹരിയം പാടി സമർപ്പണം. നാരായണീയം ദശകം 3, ഭക്തി പ്രാർത്ഥന. വൃത്തം ശിഖരിണി. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഭക്തി കൊണ്ടാണ് ആ ഭഗവത്പാദങ്ങളിലേക്ക് എത്താൻ സാധിക്കുക. ഭക്തിയുടെ സർവോത്കർഷിത്വം ഉപപാദിച്ചും കൊണ്ടാണ് 2ാമത്തെ ദശകം അവിടെ സമർപ്പിച്ചത്. തനിക്ക് ഭക്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥന
ആ ദശകത്തിന്റെ അവസാനത്തിൽ നമ്മൾ കേട്ടു. ഗുരുവായൂരപ്പന്റെ കാരുണ്യമുണ്ടായാൽ മാത്രമേ ആ ഭക്തി ഉണ്ടാവുകയുള്ളൂ, ഉണ്ടാകുന്ന ഭക്തി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ, അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പട്ടേരിപ്പാട് മൂന്നാമത്തെ ദശകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. യഥാർത്ഥ ഭക്തന്മാര് എങ്ങനെയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഭക്തന്മാർ എങ്ങനെ ആവണം എന്ന് പട്ടേരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വരദ, ഭഗവാനെ വിളിക്കുകയാണ്. ഹേ വരദ, ഭക്താഭീഷ്ടങ്ങൾ അത് വരമായി നൽകുന്ന എൻ്റെ ഗുരുവായൂരപ്പ. തേ നാമാനി പഠന്തഹ, അവിടുത്തെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട്, രൂപം സ്മരന്തഹ, അവിടുത്തെ ദിവ്യമായ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്മരിച്ചുകൊണ്ട്, ഗുണകഥ കഥയന്തഹ, അവിടുത്തെ ഗുണകഥകൾ അല്ലെങ്കിൽ ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട്, പ്രമദഭരസിന്ധൗ, പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന, നിപതിതാഹ ചരന്തഹ യേ ഭക്ത, ആ പരമാനന്ദ സമുദ്രത്തിൽ നിപതിത, മുഴുകി മുങ്ങി സഞ്ചരിക്കുന്ന, ചരന്തഹ നിപതിത ചരന്തഹ, മുഴുകി സഞ്ചരിക്കുന്ന യേ ഭക്ത, ഏതു ഭക്തന്മാരാണോ, ത്വയി ഖലു രമന്തേ, അങ്ങയിൽ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമൂൻ പരം അഹം, അവരെ മാത്രമേ ഞാൻ സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായിട്ട് ഞാൻ വിചാരിക്കുകയേയുള്ളൂ. അവർ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ, അല്ലേ? ആനന്ദസ്വരൂപനായ ഭഗവാനെ, കണ്ണുകളെന്തിന് കണ്ണനെ കാണുവാൻ, കാതുകളെന്തിന് കണ്ണന്റെ നാമങ്ങൾ കേൾക്കുവാൻ, രസനയെന്തിന് ഭഗവാന്റെ കഥകൾ പറയുവാൻ, അങ്ങനെയൊക്കെയാണ്, അല്ലേ? അപ്പോ അതിൽ പരം വലിയൊരു ഭാഗ്യം ലോകത്തിൽ ആർക്കുമില്ല. അങ്ങനെയുള്ളൊരു ഭക്തനാവാനാണ് ഗുരുവായൂരപ്പ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. സപ്തമസ്കന്ധത്തിൽ ആ ശ്രീ പ്രഹ്ലാദന്റെ ഹിരണ്യകശിപുവിനോട് നൽകുന്ന വിശേഷമായിട്ടുള്ളൊരു ഉപദേശം എന്ന് തന്നെ പറയാം, നവധാഭക്തിയെക്കുറിച്ച്. അപ്പോ ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേർ നവലക്ഷണ ക്രിയത്തെ ഭഗവത്യദ്ധാ തന്മന്യേധീതമുത്തമം എന്ന് പറഞ്ഞു, ഇല്ലേ? അപ്പോ 9 തരത്തിലുള്ള ഭക്തിഭാവങ്ങൾ നവധാഭക്തിയിൽ കീർത്തനം, സ്മരണം, ഇത് രണ്ടും, ആ 2 ഭക്തികളെയാണ് ഇവിടെ പട്ടേരിപ്പാട് ഈ ശ്ലോകത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ചരന്തഹ, പ്രദക്ഷിണ രൂപമായി പാദസേവനം എന്നും വേണമെങ്കിൽ പറയാം, അല്ലേ? ശ്രവണമോ, ത്വൽഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീമക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ, അല്ലേ? പറഞ്ഞു. അത് കഴിഞ്ഞ ദശകത്തിന്റെ അവസാന ശ്ലോകത്തിൽ ശ്രവണത്തിന്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ചു. അപ്പോ വാതരോഗം പിടിപെട്ട് ആ കൈകാലുകൾ അനക്കാൻ വയ്യാതെയായ തനിക്ക് മറ്റു ഭക്തന്മാരെ പോലെ ഭഗവാനെ ഭജിക്കാൻ സാധിക്കില്ലല്ലോ. 100 ദിവസം ഭജിക്കാനെത്തിയ പട്ടേരിപ്പാടിന് വാതരോഗം മൂർച്ഛിച്ചു എന്നാണ്. അങ്ങനെ ഭജനം തുടരാൻ സാധിക്കാത്ത നിലയാണ് തനിക്കുള്ളത് എന്നാണ് പിന്നീട് അടുത്ത ശ്ലോകത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ആ ശ്രവണം എന്നുള്ള നവധാഭക്തിയുടെ ആദ്യത്തെ പടി അത് 2ാമത്തെ ദശകത്തിന്റെ അവസാനത്തിൽ പറഞ്ഞുവെങ്കിൽ പിന്നീട് കീർത്തനം, സ്മരണം, ഒരു പരിധിവരെ പാദസേവനം. അപ്പോ ഇത്തരത്തിൽ
4 ഭാവങ്ങൾ, നവധാഭക്തിയുടെ 4 ഭാവങ്ങളെ പട്ടേരിപ്പാട് ഇവിടെ ഇതാ അവതരിപ്പിക്കണു. നമുക്കൊരിക്കൽ കൂടി ആ 1ാമത്തെ ശ്ലോകം ചൊല്ലി അതിൻ്റെ ശ്രീഹരീയ പരിഭാഷ കേട്ട് പാടി നമുക്ക് സമർപ്പിക്കാം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. നാമസങ്കീർത്തനം ചെയ്തു ആനന്ദത്തിൽ മുങ്ങുന്നോരും നാമീ തൻ്റെ വിഗ്രഹത്തെ ഭജിക്കുന്നോരും അവിടുത്തെ സ്മരണയിൽ എല്ലാം മറന്നാടുന്നോരും ഭാഗ്യജന്മശാലികളാണെന്നറിയുന്നു. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ.